ഒമാനിലൂടെയുള്ള സഞ്ചാരത്തിനിടയിൽ മസ്കറ്റിലെ മത്ര പ്രദേശവും മദ്രാസൂക്കും അൽ ആലം കൊട്ടാരവുമൊക്കെ കണ്ട ശേഷം നിസ്വ എന്ന ചരിത്ര നഗരത്തിലേക്ക് ഞാൻ സഞ്ചാരം തുടരുകയാണ്. നേരം 8 മണിയായി. ഇവിടെ നിന്ന് ഇനി ഏകദേശം 2 മണിക്കൂറിന്റെ യാത്രയുണ്ട് നിസ്വയിലേക്ക്. 160 കിലോമീറ്റർ ഓടണം. രാത്രി 10 മണി കഴിയും നിസ്വയിലെത്താൻ. എങ്കിലും പകൽ ഓടുന്നതിനേക്കാൾ നല്ലത് അതാണ്. മസ്കറ്റിലേക്ക് 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്നുമുണ്ട്. തലസ്ഥാന നഗരത്തിലെ പ്രധാന കാഴ്ചകൾ അപ്പോൾ ക്യാമറയിൽ പകർത്താമെന്നാണ് തീരുമാനം. ഇപ്പോൾ വലതുവശത്ത് ലൈറ്റപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു കെട്ടിടം കാണാം. ഇവിടുത്തെ ഓപ്പറ ഹൗസാണത്. മസ്കറ്റ് ഓപ്പറ ഹൗസ് പുതിയ കാല നിർമ്മിതിയാണ്. ഓപ്പറ ഹൗസിനോട് ചേർന്ന കെട്ടിടങ്ങളിൽ ഏറ്റവും ആഡംബരത്വമാർന്ന ബ്രാൻഡഡ് ആഭരണങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൾച്ചറൽ സെന്ററിനോടൊപ്പം ഒരു മാൾ കൂടി പ്രവർത്തിക്കുന്നത് പോലെയാണത്. മസ്കറ്റ് എയർപോർട്ടിലേക്ക് നീണ്ടുകിടക്കുന്ന റോഡിലൂടെയാണ് പോകുന്നത്. ഒമാന്റെ പല മിനിസ്ട്രികളും ഭരണവുമായി ബന്ധപ്പെട്ട ചില പ്രധാന സ്ഥാപനങ്ങളുമെല്ലാം ഉള്ളത് ഈ റോഡിന്റെ 2 വശങ്ങളിലുമായാണ്. പോകുന്ന വഴിക്ക് പലയിടത്തും നല്ല റെസ്റ്റോറന്റുകളുണ്ടോ എന്ന് നോക്കി. അപ്പോഴാണ് കൂടെ വാഹനത്തിലുള്ള ഇവിടുത്തുകാരനായ സുഹൃത്ത് ഡോക്ടർ യൂസഫ് വഴിയോര ഭക്ഷണം കഴിക്കുമോ എന്ന് ചോദിച്ചത്. അതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞു. വഴിയരികിൽ വലിയൊരു പാർക്കിംഗ്. അതിന്റെ അങ്ങേ തലയ്ക്കൽ അടുപ്പ് കൂട്ടി എന്തൊക്കെയോ ഗ്രില്ല് ചെയ്യുന്ന മണം വരുന്നു. അടുപ്പിൽ നിന്നുള്ള പുക അന്തരീക്ഷത്തിൽ പടരുന്നുമുണ്ട്. യൂസഫ് പറഞ്ഞ സ്ഥലം ഇതാണ്. ഞങ്ങൾ അവിടെ വണ്ടിയിൽ നിന്നിറങ്ങി. ബൈറ്റ് ഓൺ ഫയർ എന്നാണ് ബോർഡ്. തുറന്ന സ്ഥലം നന്നായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. ഡോക്ടർ ഷാഫിയും ഡോക്ടർ യൂസഫും മുൻപേ ചെന്ന് എന്തെല്ലാം വിഭവങ്ങളുണ്ടെന്ന് അന്വേഷിക്കുന്നു. കടയുടമ ചെന്ന് അവരെ പരിചയപ്പെടുന്നുണ്ട്. ഇവിടെ ആട്ടിറച്ചിയാണ് പ്രധാനമായുള്ളത്. ആട്ടിറച്ചി പല രൂപത്തിൽ കനലിൽ ചുട്ടുതരും. കുറെ പച്ചിലകളും ഇവിടുത്തെ ട്രഡീഷണലായ ചേരുവകളുമെല്ലാം ചേർത്ത് അത് കൂടുതൽ രുചികരമാക്കുന്നു. കമ്പിൽ കുത്തി ഗ്രില്ല് ചെയ്യുന്ന ഇറച്ചിയുണ്ട്. പിന്നെ അരച്ചു പരത്തിയ മാംസം ഗ്രില്ല് ചെയ്യുന്നു. ഹാമാണിത്. ഞങ്ങൾക്ക് ഹാം വേണ്ട. ഈ 2 ലാംബ് റിബ്സ് ഗ്രില്ല് ചെയ്തത് മതിയെന്ന് തീരുമാനമായി. അത് ഓർഡർ ചെയ്തു. രാത്രി ഭക്ഷണം അത് മതി. ബിരിയാണി പോലുള്ളതൊന്നും വേണ്ട. ഇവിടുത്തെ ട്രഡീഷണൽ ബ്രെഡുണ്ട്. അതും തരാൻ പറഞ്ഞു. കടയിൽ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. ഇവിടെ വന്നിരുന്ന് കഴിക്കുന്നവർ മാത്രമല്ല, കാറിൽ വന്ന് വിഭവങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നവരുമുണ്ട്. ഇവിടേക്ക് ആളെ ആകർഷിക്കുന്നത് ഈ അടുപ്പിൽ നിന്ന് പൊങ്ങിപ്പറക്കുന്ന ഗന്ധമാണ്. ഗ്രില്ല് ചെയ്ത ലാമ്പ് കഴിക്കുന്നതിന്റെ അത്രയും തന്നെ പച്ചിലയും കഴിച്ചിരിക്കും. 2-3 ടേബിളുകളിലെ ആളുള്ളൂ. പാഴ്സൽ നന്നായി പോകുന്നുണ്ട്. രാത്രി ഒരു 12 മണിവരെയൊക്കെ പ്രവർത്തിക്കുന്ന കടയാണ്. ഒരു 15-20 മിനിറ്റ് കാത്തിരുന്നു. ലാംബ് റിബ്സ് ശരിക്കും ഗ്രിൽഡായി വരണമല്ലോ. ആദ്യഘട്ടമായി ഞങ്ങൾക്കുള്ള സലാഡൊക്കെ എത്തിത്തുടങ്ങി. പ്രധാന വിഭവം ഇതാണ്: ആടിന്റെ വാരിയല് ഗ്രില്ല് ചെയ്തത്. പിന്നെ സോസുകളൊക്കെ വന്നു. പിന്നാലെ ബ്രെഡും. സാൻസിബാർ ബ്രെഡ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ആഫ്രിക്കൻ നാടായ സാൻസിബാർ ഒക്കെ ഒരു കാലത്ത് ഒമാന്റെ ഭരണപ്രദേശമായിരുന്നല്ലോ. അക്കാലത്ത് അവിടെ നിന്ന് വന്നതായിരിക്കണം. ഞങ്ങൾ അങ്ങനെ റിബ്സിൽ പിടുത്തം തുടങ്ങി. ഡോക്ടർ യൂസഫ് സൗമ്യനാണ്. അധികം വർത്തമാനം പറയില്ല. ബ്രെഡ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. വാഹനങ്ങൾ പിന്നെയും എത്തുന്നുണ്ട്. അങ്ങകലെ ഹൈവേ. യൂസഫിന് ക്യാമറയോടുള്ള നാണം ഇപ്പോഴും മാറിയിട്ടില്ല. അതുകൊണ്ട് ക്യാമറയെ നോക്കാനും അതിനു മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കാനുമൊക്കെ ഒരു മടി. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടെ നിന്നിറങ്ങി. ഇനി കൃത്യം 2 മണിക്കൂർ ഓടണം. നിസ്വ ഒരു ട്രഡീഷണൽ സിറ്റിയാണ്. ഏറെ ചരിത്രമുള്ള നഗരം. ഇപ്പോൾ യൂസഫാണ് ഡ്രൈവിംഗ് സീറ്റിൽ. ഇനി അങ്ങോട്ടുള്ള വഴിയൊക്കെ യൂസഫിനാണ് കൂടുതൽ നിശ്ചയം. മാത്രമല്ല, യൂസഫ് ഡോക്ടർ ഷാഫിയോട് ഒരു കാര്യം പറയുകയും ചെയ്തു: ഇനി നിങ്ങൾ തിരിച്ചു പോകുന്നതുവരെ ഞാനായിരിക്കും വണ്ടി ഓടിക്കുക. അദ്ദേഹം പുറകിലിരുന്ന് പറഞ്ഞു കൊടുക്കുന്നതിലും നല്ലത് നേരിട്ട് ഓടിക്കുന്നതാണല്ലോ. നല്ല ഹൈവേ.
ആ യാത്രയിലെ എല്ലാ കാഴ്ചകളും ഞാൻ കാണിക്കുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ നിസ്വ പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. നിസ്വയിലെ പുതിയ നഗരഭാഗങ്ങളിലേക്കാണ് ആദ്യം എത്തുന്നത്. നിസ്വയ്ക്ക് പുതിയൊരു നഗരഭാഗവുമുണ്ട്, പുരാതനമായ ഒരു ഭാഗവുമുണ്ട്. അതിൽ പുതിയ ഭാഗമാണ് ഇതെല്ലാം. നിസ്വയിലെ ഇന്റർസിറ്റി എന്ന ഹോട്ടലിലാണ് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. പോകുന്ന ഹൈവേയുടെ ഓരത്ത് തന്നെ ഇടതുവശത്ത് ആ കാണുന്ന കെട്ടിടമാണ് ഇന്റർസിറ്റി ഹോട്ടൽ. ഡോക്ടർ യൂസഫിനറിയാം അതൊക്കെ. ഇന്റർസിറ്റി നിസ്വയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഹോട്ടലാണ്. അവിടേക്ക് ചെന്നു. അത്യാവശ്യം ഭേദപ്പെട്ട ഹോട്ടലാണ്. നിസ്വയിൽ ചെറിയ ഹോട്ടലുകളും അപ്പാർട്ട്മെന്റുകളുമാണ് ഇപ്പോഴും കൂടുതലുള്ളത്. സ്റ്റാർ ഹോട്ടലുകൾ തീരെ കുറവാണ്. ഇന്റർസിറ്റിയുടെ റിസപ്ഷൻ ഏരിയ ഒരു റെസ്റ്റോറന്റ് പോലെയാണ് തോന്നുക. നേരെ റെസ്റ്റോറന്റിലേക്കാണോ കയറി ചെന്നതെന്ന് സംശയിച്ചു പോകും. അതിന്റെ ഒരു ഭാഗത്ത് റിസപ്ഷൻ കൗണ്ടറൊക്കെയുണ്ട്. ഗസ്റ്റുകൾ ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുന്നു. ഞങ്ങളും ചെക്ക് ഇൻ ചെയ്തു. 3 മുറികൾ കിട്ടി. മുറികളിൽ 311 എന്റേതാണ്. ഞാൻ മുറിക്കകത്തേക്ക് കയറി ചെന്നു. നല്ല മുറിയാണ്. വൃത്തിയുള്ള സംവിധാനങ്ങൾ. മുറിയിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു സുഖം. അന്ന് കിടന്നുറങ്ങി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിറ്റേ ദിവസം അതിരാവിലെ ഉണർന്നെണീറ്റു. 7 മണിക്ക് തന്നെ ഞങ്ങൾ റെഡിയായി. ഇതാണ് ഹോട്ടലിന് പുറത്തുനിന്ന് പകലത്തെ കാഴ്ച. തരക്കേടില്ലാത്ത വലിയൊരു ഹോട്ടൽ കോംപ്ലക്സ് ആണ് ഇന്റർസിറ്റി. രാവിലെ തന്നെ യൂസഫും ഡോക്ടർ ഷാഫിയും ഞാനും കൂടി യാത്ര തുടങ്ങുകയാണ്. ഇവിടുത്തെ ഓൾഡ് ടൗണിലേക്കാണ് ആദ്യം പോകേണ്ടത്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അകലെയാണ് ഓൾഡ് ടൗൺ. ഇതൊക്കെ നിസ്വയുടെ പുതിയ ഭാഗങ്ങളാണ്. അവിടെയാണ് പുതിയ ഹോട്ടലുകളൊക്കെ വരുന്നത്. ഡ്രൈവിംഗ് ഡോക്ടർ യൂസഫ് ഏറ്റെടുത്തതിനാൽ ഡോക്ടർ ഷാഫി പുറകിൽ വിശ്രമത്തിലാണ്. അന്തരീക്ഷത്തിൽ മൊത്തത്തിൽ ഒരു മൂടലാണ്. മഞ്ഞല്ല അതിന് കാരണം, പൊടിയാണ്. വേനൽക്കാലത്ത് പൊടിയും പൊടിക്കാറ്റും കാരണം അന്തരീക്ഷം ആകെ മൂടിക്കെട്ടി നിൽക്കും. അറബി നാടുകളിലൊക്കെ അതൊരു കാഴ്ചയാണ്. അതുകൊണ്ട് വിഷ്വൽസിന് ഒരു തെളിച്ചമില്ലായ്മയുണ്ട്. അത് മാത്രമല്ല, രാവിലെ പോലും ഹ്യൂമിഡിറ്റിയും ഒരു പുകച്ചിലുമാണ്. ഒട്ടും സുഖകരമല്ലാത്ത അന്തരീക്ഷം. നിസ്വയിൽ ലുലു പോലുള്ള നമ്മുടെ നാട്ടുകാരുടെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. നിരവധി മലയാളികളും താമസിക്കുന്നുണ്ട് ഈ നഗരത്തിൽ. ഒമാനിലെ ഏറ്റവും പഴയ നഗരങ്ങളിലൊന്നാണ് നിസ്വ. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള നഗരം. 6-7 നൂറ്റാണ്ടുകളിലൊക്കെ ഒമാന്റെ തലസ്ഥാനമായിരുന്നു ഈ നഗരം. ഇസ്ലാം മതം വ്യാപിക്കുന്ന കാലത്ത് ഒമാനിൽ അത് വളർന്നു വികസിച്ച പ്രദേശം ഇതായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ട്രേഡിംഗിന്റെ കേന്ദ്രമായിരുന്നു നിസ്വ. നിസ്വയുടെ ഓൾഡ് ടൗണിലേക്കുള്ള സിറ്റി ഗേറ്റ് കടന്നു. അത് കടക്കുന്നതോടെ നിസ്വയുടെ പഴയ പട്ടണഭാഗത്തേക്ക് കയറുന്നു. വഴിയോരങ്ങളിൽ ഈന്തപ്പനത്തോട്ടങ്ങളും മറ്റും കാണാം. വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ സുന്ദരമായൊരു പ്രദേശമായിരുന്നു നിസ്വ. 14-ാം നൂറ്റാണ്ടിൽ ഇവിടം സന്ദർശിച്ച വിഖ്യാത സഞ്ചാരി ഇബൻ ബത്തൂത്ത നിസ്വയുടെ സൗന്ദര്യം വിവരിച്ചിട്ടുണ്ട്. പർവ്വത ചുവട്ടിൽ അരുവികളും പഴത്തോട്ടങ്ങളുമുള്ള വൃത്തിയുള്ള ചന്തകളും സുന്ദരമായ പള്ളികളുമുള്ള നാട് എന്നാണ് ഇബൻ ബത്തൂത്ത നിസ്വയെ വിശേഷിപ്പിച്ചത്. ഇസ്ലാമിക ചരിത്രത്തിലും നിസ്വയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. AD 630 പ്രവാചകനായ മുഹമ്മദ് നബി സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കത്തിൽ നിസ്വ നിവാസികളോട് ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് ഇന്നാട്ടുകാർ മദീനയിലേക്ക് ഒരു പ്രതിനിധി സംഘത്തെ അയച്ചു. അവിടെ വെച്ച് ഇസ്ലാം മതം സ്വീകരിച്ച അവരാണ് നിസ്വയിലെ ആദ്യ മുസ്ലിങ്ങൾ. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ നിസ്വക്കാരെ പഠിപ്പിക്കാൻ മുഹമ്മദ് നബി നേരിട്ട് ഒരു പണ്ഡിതനെ ഇവിടേക്ക് അയക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഓൾഡ് സിറ്റിയുടെ ഭാഗത്തേക്കെത്തി. മൺനിറമുള്ള വലിയ നിർമ്മിതികളും കോട്ടയുമൊക്കെ ഇവിടെ കാണാം. ഇന്ന് ഇവയെല്ലാം നവീകരിച്ചതാണെങ്കിലും പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇവയുടെ രൂപം. മൺകോട്ടകളുടെ ഒരു നഗരമായിരുന്നു നിസ്വ. ഇന്ന് ആ മൺകോട്ടകളൊക്കെ സിമന്റ് കൊണ്ടുള്ള കോട്ടയാക്കി മാറ്റി എന്നേയുള്ളൂ.
പഴയ കോട്ടമതിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. കോട്ടയ്ക്കുള്ളിലെ നഗരമായിരുന്നു പഴയ നിസ്വ. ഞങ്ങൾ ആ നഗരത്തിനകത്തേക്ക് കയറി. പഴയ ശൈലി അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ നവീകരണ പ്രവൃത്തികളെല്ലാം നടന്നിരിക്കുന്നത്. ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരിടമാണിത്. വിന്ററിൽ ഒക്ടോബർ മുതലുള്ള മാസങ്ങളിലാണ് ഇവിടെ ഏറ്റവും അധികം വിദേശ ടൂറിസ്റ്റുകൾ എത്തുക. അവർക്ക് വേണ്ടി ഒരുക്കിയ നിരവധി റെസ്റ്റോറന്റുകൾ, ഷോപ്പുകൾ, സുവനീർ കടകൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ഇതൊക്കെ അത്തരത്തിലുള്ള പ്രദേശങ്ങളാണ്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് തന്നെ ഇവിടെ വരാൻ ഒരു കാരണമുണ്ട്. 7 മണിക്ക് തുറക്കുന്ന ഒരു സൂക്കുണ്ട് ഇവിടെയെന്ന് എനിക്കറിയാം. പണ്ട് ഞാൻ അത് വന്ന് കണ്ടിട്ടുമുണ്ട്. ഇന്നും മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നതും. പക്ഷേ ഇവിടെ ആളനക്കമൊന്നും കാണുന്നില്ല. ഇതൊക്കെ പഴയ കോട്ടഭാഗം തന്നെയാണ്. മണ്ണുകൊണ്ടുള്ള പഴയ കോട്ട. ഇങ്ങനെയായിരുന്നു പണ്ട് മുതലേ ഈ നഗരം. പഴമയുടെ അതേ ശൈലി തുടരുന്ന മട്ടിൽ പുതിയ കാലത്തും ചില കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. അതിനാൽ പുതിയതേത് പഴയതേത് എന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. കോട്ടയ്ക്കുള്ളിലൂടെ കുറേ ദൂരമോടി ഞങ്ങൾ നിസ്വയിലെ ട്രഡീഷണൽ മാർക്കറ്റിലെത്തി. ഇവിടെ കുറേ ആളുകളുണ്ട്. നാട്ടുകാർ തന്നെയാണ്. നാട്ടുകാരുടെ ചന്തയാണ്. ഈ ചന്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഉൽപ്പന്നങ്ങൾ ലേലം വിളിച്ചാണ് വിൽക്കുക. ഇവിടെ ഈന്തപ്പഴത്തിന്റെ കച്ചവടമാണ് നടക്കുന്നത്. പലയിടത്തും പല സാധനങ്ങളുടെ കച്ചവടമാണ്. ഈന്തപ്പഴം ചെറിയ തളികകളിൽ നിരത്തിവച്ചിരിക്കുന്നു. കച്ചവടക്കാർ കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങുന്ന പല ഇനത്തിൽപ്പെട്ട ഡേറ്റ്സിന്റെ സാമ്പിൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ തളികകളിൽ വെച്ചിരിക്കും. മറ്റു കച്ചവടക്കാർ ഈ സാമ്പിൾ കണ്ടിട്ട് ലേലം വിളിച്ച് അത് കച്ചവടം ചെയ്യും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. പലയിടത്തും പലരും ഇങ്ങനെ ഡേറ്റ്സിന്റെ സാമ്പിൾ നിരത്തി വെച്ചിരിക്കുന്നുണ്ട്. പ്രധാനമായും ലേലം വിളി ചന്തയാണിത്. എന്നാൽ ലേലം വിളിയില്ലാതെയും കച്ചവടം നടക്കുന്നുണ്ട്. ചെറുകിട കർഷകരും തങ്ങളുടെ തോട്ടത്തിൽ നിന്നുള്ള ഈന്തപ്പഴം ഇവിടെ കൊണ്ടുവന്ന് ലേലം വിളിച്ചു വിൽക്കാറുണ്ട്. ഇവിടെ നിന്ന് സാമ്പിൾ കാണുകയും വില ഉറപ്പിക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. തുടർന്ന് ആ ഈന്തപ്പഴം കൃഷിയിടത്തിൽ നിന്നോ ഗോഡൌണിൽ നിന്നോ കയറ്റിക്കൊണ്ടു പോകുന്നു. വയസ്സായ കച്ചവടക്കാരാണ് കൂടുതലും. തനി നാട്ടുകാർ. ഇങ്ങനെയാണ് ശരിക്കും ഒമാനിലെയൊക്കെ ഉൾനാടുകളിലെ ജീവിതം. വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ ആനിമൽ മാർക്കറ്റ്. ആടിനെയൊക്കെ വിൽക്കുക അന്നാണ്. ഇന്ന് ആളുകൾ കുറവാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചത്ര ആളുകളില്ല. വെള്ളി, ശനി ദിവസങ്ങളിലാണ് ഇവിടെ ഏറ്റവും തിരക്കുണ്ടാവുക. ഇന്ന് കുറെ കച്ചവടക്കാർ ചന്തയുടെ പല ഭാഗങ്ങളിലായി നിരന്നിരിക്കുന്നു. നിസ്സംഗരായിരിക്കുന്നു ചിലർ. വെറുതെ ചന്തയിൽ ചുറ്റിത്തിരിയാൻ വന്നവർ. നമുക്ക് പക്ഷേ ഇത് വേറൊരു അനുഭവമാണ്. ഒമാന്റെ ഉൾനാട്ടിലെ പുലർക്കാലത്തെ ഒരു ചന്ത. നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. കച്ചവടക്കാർ പല സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നു. ഇവിടെ തന്നെ ഒരു ഇൻഡോർ മാർക്കറ്റുണ്ട്. എയർ കണ്ടീഷൻ ചെയ്ത മാർക്കറ്റാണ്. ഇവിടെ പച്ചക്കറികളും മത്സ്യവും മാംസവും ഒക്കെ വിൽക്കുന്നുണ്ട്. കയറി ചെല്ലുന്നിടത്ത് പ്രധാനമായും പച്ചക്കറികളാണ്. കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ പലതരം കരകൗശല വസ്തുക്കളും വീട്ടിൽ നെയ്തുണ്ടാക്കുന്ന പനമ്പും പായയും ഉൾപ്പെടെ പലവിധ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാം. കൊട്ട, വട്ടി എന്നിവയൊക്കെയുണ്ട്. ഈന്തപ്പനയുടെ ഓല കൊണ്ട് നെയ്തുണ്ടാക്കുന്നതാണ്. ഇതൊന്നും ടൂറിസ്റ്റുകൾക്കുള്ളതല്ല. പാത്രം വയ്ക്കുന്ന തിരികെയാണിത്. നമ്മുടെ നാട്ടിലുള്ള ഈ സാധനങ്ങളൊക്കെ ഇവിടെയുമുണ്ട്. നിലത്തിടുന്ന ചവിട്ടികൾ, അങ്ങനെ പല സാധനങ്ങൾ. തേനാണ് വേറൊരു ഉൽപ്പന്നം. മരുഭൂമിയിലെ തേൻ. തേനടയോടുകൂടിയാണ് വിൽക്കുന്നത്. കുപ്പിയിലാക്കിയ തേനുമുണ്ട്. പല ഭൂപ്രദേശങ്ങളിൽ നിന്ന് കിട്ടുന്ന തേനിന് പല നിറമാണ്. അതിനൊക്കെ ന്യായമായ വിലയേ ഉള്ളൂ. ചന്തയ്ക്കകത്തും ഡേറ്റ്സ് വിൽക്കുന്ന ആളുകളുണ്ട്. ക്യാബേജ്, തക്കാളി എന്നിവയെല്ലാം ഉണ്ട് ഇവിടെ വിൽപ്പനയ്ക്ക്. കുറച്ചു നേരം കൂടി കഴിയും ഇവിടെയെല്ലാം കൂടുതൽ ആളുകളെത്താൻ. ഞാൻ എയർ കണ്ടീഷൻഡ് ചന്തയ്ക്കകത്തുനിന്ന് പുറത്തിറങ്ങി. ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചത്ര കളർഫുൾ അല്ല കാര്യങ്ങൾ. ആളുകളും കുറവ്. അടുത്ത് തന്നെ ഒരു ഗോഡ് മാർക്കറ്റുണ്ട്. ആട്ടിൻ ചന്ത. അത് പക്ഷേ വെള്ളിയാഴ്ച മാത്രമേ പ്രവർത്തിക്കൂ. വെള്ളിയാഴ്ചയാണ് വന്നിരുന്നതെങ്കിൽ ഈ കുറ്റിയിൽ മുഴുവൻ ആടുകളെ കാണാമായിരുന്നു.
ഒരു 18 കൊല്ലം മുൻപ് ആട്ടിൻ ചന്തയുള്ള ഒരു ദിവസം ഇവിടെ വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. രസകരമായിരുന്നു അന്നത്തെ കാഴ്ചകൾ. ഇന്നിവിടെ അധിക നേരം നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. ഈ പുലർക്കാലത്ത് അത്ര സജീവമല്ല ചന്ത. ഞങ്ങൾ അവിടെ നിന്നിറങ്ങി. കോട്ടയ്ക്ക് പുറത്ത് വിശാലമായ ഒരു പാർക്കിംഗ് ഏരിയയൊക്കെയുണ്ട്. അത് 2 കാര്യത്തിനുള്ളതാണ്. കച്ചവടക്കാർക്ക് വേണ്ടിയും പിന്നെ ടൂറിസ്റ്റ് സീസണിൽ എത്തുന്ന ടൂറിസ്റ്റ് വണ്ടികൾക്ക് വേണ്ടിയും. നിസ്വയുടെ പരിസരത്ത് സുവായ്ക് എന്നൊരു പഴയ ഭാഗമുണ്ട്. പണ്ട് ധാരാളം ആളുകൾ വസിച്ചിരുന്ന ഒരു ഗ്രാമം. അങ്ങോട്ടാണ് യൂസഫ് കൊണ്ടുപോകുന്നത്. നഗരത്തിന്റെ പ്രാന്തത്തിലേക്കെത്തി. നിസ്വ നഗരത്തിന്റെ പ്രധാന ഭാഗം അങ്ങ് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ധാരാളം ജലലഭ്യതയുള്ള പ്രദേശങ്ങളാണ്. ഹജർ പർവ്വതത്തിൽ നിന്ന് ഒഴുകിവരുന്ന നീരുറവകൾ ധാരാളമുണ്ട് ഇവിടെയെല്ലാം. ആ നീരുറവകളെ കൃത്യമായി കൃഷിക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്ന പരമ്പരാഗതമായ ഒരു ശാസ്ത്രീയ സംവിധാനം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഫലഭൂയിഷ്ടമാണ് ഈ പ്രദേശമൊക്കെ. ഈന്തപ്പനയുടെയും മറ്റു പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഒക്കെ കൃഷി ഇവിടെ നടക്കുന്നുണ്ട്. കൃഷിക്കനുയോജ്യമായ മരുപ്പച്ചകളിലാണ് ജനവാസയിടങ്ങൾ പണ്ട് രൂപം കൊണ്ടത്. ദൂരെ മലനിരകൾ കാണാം. മലകളിൽ നിന്ന് ധാരാളം അരുവികളും നീരുറവുകളും കൃഷിയിടങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. വർഷം മുഴുവൻ ചെറിയ തോതിലെങ്കിലും ജലലഭ്യതയുണ്ടാകും ഇവിടെയെല്ലാം. അത് ട്രഡീഷണൽ ശൈലിയിൽ ഓരോ കൃഷിയിടത്തിലേക്കും എത്തിക്കുന്ന അഫ്ലജ് എന്ന ഒരു സിസ്റ്റം തന്നെയുണ്ട് ഇവിടെ. ചെറു കനാലുകൾ വഴി വെള്ളം വിതരണം ചെയ്യുന്നതിനായി നൂറ്റാണ്ടുകളായി ഒമാനിൽ നിലനിൽക്കുന്ന സംവിധാനമാണ് അഫ്ലജ്. ഫലജ് എന്നും അതറിയപ്പെടുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിന്റെ പടിപ്പുരയിലേക്കെത്തി. പുരാതനമായ ഗ്രാമമാണ്. ഇങ്ങനെയായിരുന്നു ഒമാനിലെ പഴയ ജനവാസ കേന്ദ്രങ്ങൾ. നേരത്തെ കണ്ട ആ നിസ്വ പട്ടണം പോലും ഇങ്ങനെയായിരുന്നു. മണ്ണുകൊണ്ടുള്ള ചുവരുകൾ. മണ്ണിൽ വൈക്കോലോ ഉണക്കപ്പുല്ലോ ചേർത്താണ് കുഴയ്ക്കുക. അത് വലിയ ഉരുളകളാക്കി അടുക്കി ഇങ്ങനെ ഭിത്തിയുണ്ടാക്കും. പുതിയ കാലത്ത് കോൺക്രീറ്റിൽ കമ്പി ഉപയോഗിക്കുന്നത് പോലെ ഇവിടെ ഈന്തപ്പനയുടെ മടലാണ് ബലത്തിനായി ഉള്ളിൽ വെച്ചിരുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ കെട്ടിടങ്ങളുടെ ഒരു പഴയ നഗരം തന്നെയാണ് ഇത്. ഇന്ന് ആളുകൾ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. 10-20 കൊല്ലം മുൻപ് വരെ ആളുകൾ വസിച്ചിരുന്ന ഇടമാണിത്. സജീവമായ ഒരു നഗരമായിരുന്നു ഇതെന്നോർക്കണം. ഇങ്ങനെയായിരുന്നു പഴയ അറബി ഗ്രാമങ്ങളും പട്ടണങ്ങളുമൊക്കെ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുഹമ്മദ് നബിയുടെ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു അറബി നാടുകൾ എന്ന് ചോദിച്ചാൽ അതിങ്ങനെയായിരുന്നു. നബിയുടെ കാലത്തിനു മുൻപും ഇങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. അടുത്തടുത്തായുള്ള വലിയ കെട്ടിടങ്ങൾ, ബംഗ്ലാവുകൾ തന്നെ. 3-4 നിലയുള്ള ഇത്തരം മന്ദിരങ്ങളിലാണ് നിരവധി കുടുംബങ്ങൾ വസിച്ചിരുന്നത്. അതെല്ലാം ഇങ്ങനെ മണ്ണു കുഴച്ചുണ്ടാക്കിയത് തന്നെ. ഇന്നതൊക്കെ പക്ഷേ നാശോന്മുഖമായി. കുറെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ മൺകെട്ടിടങ്ങളൊന്നും ഇനി ദീർഘകാലം നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ആ കെട്ടിടങ്ങൾക്കിടയിലൂടെയെല്ലാം നടന്നു. എത്രയോ നൂറ്റാണ്ടുകളായി ആളുകൾ ജീവിച്ചു വന്ന കെട്ടിടങ്ങളും നടന്ന വഴികളുമാണ് ഇതെന്നോർക്കണം. സ്വയം സമ്പൂർണമായിരുന്നു പണ്ട് ഒമാനിലെ ഓരോ ഗ്രാമങ്ങളും. കൃഷിയും കച്ചവടവുമായിരുന്നു അവരുടെ ജീവിതമാർഗം. ഇങ്ങനെയുള്ള പല ഗ്രാമങ്ങളും കച്ചവട സംഘങ്ങളുടെ ഇടത്താവളങ്ങൾ കൂടിയായിരുന്നു അന്ന്. അവർക്കുള്ള താമസയിടങ്ങളും ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനുള്ള ഗോഡൌണുകളുമെല്ലാം ഈ മൺകെട്ടിടങ്ങളിലുണ്ടായിരുന്നു. കുഴമണ്ണുകൊണ്ട് ഇങ്ങനെ കെട്ടിടങ്ങൾ പണിയാനുള്ള ഒരു കാരണം അന്ന് ഈ മരുഭൂമിയിൽ ലഭ്യമായ പ്രധാന നിർമ്മാണ സാമഗ്രി മണ്ണ് മാത്രമായിരുന്നു എന്നതാണ്. പിന്നെ ഉണക്കപ്പുല്ലോ പനയുടെ ഓലയോ കൂട്ടിക്കുഴച്ച് അതിനൊരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കും. അങ്ങനെയാണ് ഇതെല്ലാം പണിതത്. പിന്നെ മൺകട്ട കൊണ്ടും വീട് പണിതിട്ടുണ്ട്. പനമടലും തടിയുമൊക്കെയാണ് കെട്ടിടം ബലപ്പെടുത്താൻ ഇടയ്ക്കുപയോഗിച്ചത്. പൂർണ്ണമായും പ്രാദേശികമായി ലഭ്യമായ വിഭവങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു കെട്ടിടങ്ങളുടെ നിർമ്മാണം. മണ്ണുകൊണ്ട് ഇത്രയും കനത്തിൽ പണിയുമ്പോൾ എത്ര ചൂടുള്ളപ്പോഴും കെട്ടിടത്തിനകത്ത് തണുപ്പായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രധാന ഗുണം. ഓരോരോ ഗോത്രങ്ങളാണ് ഒമാനിലെ ഇത്തരം ഓരോ പട്ടണങ്ങളിലും മുൻപുണ്ടായിരുന്നത്. ആളുകൾ തമ്മിൽ ശക്തമായ സാമൂഹ്യ ബന്ധം നിലനിന്ന കാലമായിരുന്നു അത്. സമ്പന്നരും ഇടത്തരക്കാരും ദരിദ്രരുമെല്ലാം അന്നുണ്ടായിരുന്നു. കച്ചവടക്കാരായിരുന്നു സമ്പന്നർ.
അവർക്ക് ധാരാളം ഒട്ടകങ്ങളും അടിമകളും ഉണ്ടായിരുന്നു. കച്ചവടത്തിനായി വിദൂരദേശങ്ങളിലേക്ക് സഞ്ചരിച്ചിരുന്ന അവർ സമ്പത്ത് മാത്രമല്ല, പുതിയ ജീവിതശൈലിയും കഥകളും വരെ തിരികെ കൊണ്ടുവന്നു. പൂർണ്ണമായും ഇസ്ലാമിക മതശാസനകൾ അനുസരിച്ചായിരുന്നു ഇത്തരം പട്ടണങ്ങളിലെ എല്ലാം ജീവിതം. ഉപേക്ഷിക്കപ്പെട്ടു പോയ ഒരു പ്രേതനഗരം. ഇതൊന്നു മാത്രമല്ല, ഇങ്ങനെയുള്ള നിരവധി ഉപേക്ഷിക്കപ്പെട്ട പട്ടണങ്ങളുടെ നാടാണ് ഒമാൻ. ഒമാന്റെ തനത് കെട്ടിട നിർമ്മാണ രീതികളും പട്ടണങ്ങളുടെ ലേഔട്ടുമെല്ലാം കാത്തു സൂക്ഷിക്കുന്നതിനായി ഇത്തരം പ്രേതനഗരങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തുന്ന ഒരു പ്രോജക്റ്റ് ഒമാൻ ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പുരാനഗരത്തിലൂടെ തനിയെ ഞാനങ്ങനെ ക്യാമറയുമായി നടക്കുകയാണ്. അവിടുത്തെ കഥകൾ തേടി, ചരിത്രം തേടിയുള്ള നടത്തം. എത്രയോ തലമുറകൾ കടന്നുപോയ വഴികളാണിത്. എത്രയോ മനുഷ്യർ ജീവിച്ച് മരിച്ചുപോയ നഗരം. ആ തെരുവുകളിലൂടെ ഞാൻ സഞ്ചാരം തുടർന്നു.